ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജിൻസ് കുര്യാഗോസ്, കാഞ്ഞിരപ്പുഴ സെന്റ് തോമസ് ITയിലെ MMB ഇൻസ്ട്രക്ടറാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കൂളിംഗ് സിസ്റ്റം. ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിന്റെ കൂളിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂളിംഗ് സിസ്റ്റം. കമ്പഷൻ ഓഫ് ഫ്യൂവൽ ഇൻസൈഡ് എ സിലിണ്ടർ ഡെവലപ്സ് എ വെരി ഹൈ ടെമ്പറേച്ചർ. നമുക്കറിയാം, ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിന്റെ സിലിണ്ടറിനകത്തുള്ള കമ്പഷൻ ചേംബർ എന്ന് പറയുന്ന സെക്ഷനിലാണ് എയർ ഫ്യൂൽ മിക്സർ ബേൺ ആവുന്നത്. അങ്ങനെ എയർ ഫ്യൂൽ മിക്സർ ബേൺ ആവുന്ന സമയത്ത് ഏകദേശം 22,000°C ടെമ്പറേച്ചർ വരെ ഒരു എഞ്ചിൻ സിലിണ്ടറിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ 22,000°C വരെ ടെമ്പറേച്ചർ ഉൽപ്പാദിക്കുന്ന മൂലം തന്നെ നമുക്കറിയാം, എഞ്ചിന്റെ കോമ്പണൻസ് എല്ലാം മെറ്റൽ കൊണ്ട് നിർമ്മിച്ചതാണ്. മെറ്റൽസിന്റെ പ്രോപ്പർട്ടിയാണ് ഹീറ്റ് ആവുന്ന സമയത്ത് എക്സ്പാൻഡ് ആവുക എന്നുള്ളത്. അപ്പൊ എഞ്ചിൻ കോമ്പണൻസ് ഇങ്ങനെ ടെമ്പറേച്ചർ വർദ്ധിക്കുന്നതിനനുസരിച്ച് എക്സ്പാൻഡ് ആവാൻ തുടങ്ങും, സീസ് ആവാനും തുടങ്ങും. അത് മാത്രമല്ല, എഞ്ചിനിൽ നമ്മൾ ലൂബ്രിക്കേഷന് വേണ്ടി ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ വിസ്കോസിറ്റി പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അത് മാത്രമല്ല, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കുറെ ബേൺ ചെയ്ത് പോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എഞ്ചിനിൽ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഒരു എഞ്ചിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ആയ 80 മുതൽ 100°C വരെ നമുക്ക് നിലനിർത്താൻ സാധിക്കും. ഏകദേശം 90° ഒരു എഞ്ചിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. കൂളിംഗ് സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ഒരു എഞ്ചിനിൽ നിന്ന് ടെമ്പറേച്ചറിനെ അറ്റ്മോസ്ഫിയറിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് കളയാൻ സാധിക്കും, അറ്റ്മോസ്ഫിയറിലേക്ക് കടത്തിവിടാൻ സാധിക്കും. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയംസ് ആണ് വാട്ടർ അല്ലെങ്കിൽ എയർ. ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകളിൽ നമ്മൾ സാധാരണ വാട്ടർ കൂളിംഗ് സിസ്റ്റം അതല്ലെങ്കിൽ എയർ കൂളിംഗ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. എഫക്ട് ഓഫ് ഓവർ ഹീറ്റിംഗ് ഓഫ് ദി എഞ്ചിൻ കോമ്പണൻസ്. ഇനി എഞ്ചിൻ കോമ്പണൻസിന്റെ ഓവർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 80 മുതൽ 100°C വരെയാണ്. ഏകദേശം 90°ആണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ഇത് 100-ൽ നിന്ന് 110° ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും എഞ്ചിൻ ഓവർ ഹീറ്റ് ആയി. ഇങ്ങനെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ഡാമേജ് ഓഫ് ദ പിസ്റ്റൺ ആൻഡ് പിസ്റ്റൺ സ്റ്റിക്കിംഗ് ഓൺ സിലിണ്ടർ വാൾ. പിസ്റ്റൺ ഡാമേജ് ആവുകയും പിസ്റ്റൺ സിലിണ്ടർ വാളിൽ സ്റ്റിക്ക് ആവുകയും ഒട്ടിപ്പിടിക്കാനും സാധ്യതയുണ്ട്. Lubricating oil burning and formation of carbon deposit and on the combustion chamber parts and the valve. ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ നമുക്കറിയാം, ഒരു എഞ്ചിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലൂബ്രിക്കേഷൻ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ലൂബ്രിക്കേഷൻ ഓയിൽ കമ്പഷൻ ചേമ്പറിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇത് കമ്പഷൻ ചേമ്പറിൽ എത്താതെ തന്നെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണോ ലൂബ്രിക്കേഷന് പോകുന്നത് അവിടെ വെച്ച് ഇത് ബേൺ ആവുകയും കാർബൺ ഡെപ്പോസിറ്റ് ഫോം ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ വാൾവ് സ്റ്റെമ്മിലും വാൾവ് സീറ്റിലും അതുപോലെ സിലിണ്ടർ വാൾവിലും എല്ലാം കാർബൺ ഡെപ്പോസിറ്റ് അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. ഓവർ ഹീറ്റിംഗ് ഓഫ് ദ എഞ്ചിൻ വാൾവ്, മെയിൻലി ദ എക്സോസ്റ്റ് വാൾവ്. എക്സോസ്റ്റ് വാൾവ് നമുക്കറിയാം, ഒരു എഞ്ചിന്റെ 2 വാൾവുകളുണ്ട്, ഇൻലെറ്റ് വാൾവ് ഉണ്ട്, എക്സോസ്റ്റ് വാൾവ് ഉണ്ട്. അതിൽ എക്സോസ്റ്റ് വാൾവിലാണ് കൂടുതൽ ഹീറ്റ് അനുഭവപ്പെടുന്നത്. കാരണം ഹോട്ട് എയർ അല്ലെങ്കിൽ കമ്പസ്റ്റ് ഗ്യാസ്, ബേൺ ആയ ഗ്യാസ് എക്സോസ്റ്റ് വാൾവ് വഴി പുറത്തേക്ക് പോകുന്നു, അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ടെമ്പറേച്ചർ നമുക്ക് അനുഭവപ്പെടുന്നത് എക്സോസ്റ്റ് വാൾവിലാണ്. അതുകൊണ്ട് തന്നെ എക്സോസ്റ്റ് വാൾവിനെ അത് കൂടുതലായി ബാധിക്കുകയും ചിലപ്പോൾ അത് ബേൺ ആവാനും സാധ്യതയുണ്ട്. എക്സോസ്റ്റ് വാൾവിനെ ബേൺ ചെയ്യാനും സാധ്യതയുണ്ട്, മെൽറ്റ് ആവാനും സാധ്യതയുണ്ട്. ഒക്കറൻസ് ഓഫ് പ്രീ ഇഗ്നീഷൻ നോക്കിംഗ് ആൻഡ് ഡെറ്റനേഷൻ. പ്രീ ഇഗ്നീഷൻ, അതായത് എഞ്ചിൻ ഓവർ ഹീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ കമ്പഷൻ ചേമ്പറിൽ ടൈമിങ്ങിന് ആവുന്നതിന് മുമ്പ് തന്നെ ബേൺ ചെയ്തു തുടങ്ങും. ഇതിലൂടെ നോക്കിങ്, ഡെറ്റനേഷൻ തുടങ്ങിയ പ്രോസസ്സുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റിഡക്ഷൻ ഇൻ വിസ്കോസിറ്റി ഓഫ് ദ എഞ്ചിൻ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. ഓയിൽസിന്റെ പ്രോപ്പർട്ടിയാണ് ഹീറ്റ് ആവുന്ന സമയത്ത് അതിന്റെ വിസ്കോസിറ്റി കുറയുക എന്നുള്ളത്. എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 100°C മേളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ വിസ്കോസിറ്റി നഷ്ടപ്പെടാനും കാരണമാകും. വെയർ ആൻഡ് ടയർ ഓഫ് ദ എഞ്ചിൻ കോമ്പണൻസ്. എഞ്ചിൻ കോമ്പണൻസിന്റെ തേയ്മാനം അതുപോലെ മറ്റ് ക്രാക്കോ ഡാമേജോ ഉണ്ടാവാനും സാധ്യതയുണ്ട്. മോർ ഫ്യൂവൽ കൺസപ്ഷൻ. നമ്മൾ പറഞ്ഞു, ഫ്യൂവൽ കമ്പഷൻ ചേമ്പറിൽ എത്തുന്നതിന് മുമ്പ് എഞ്ചിൻ കോമ്പണൻസ് ഓവർ ഹീറ്റ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് ഓഫ് ഫ്യൂവൽ വേപ്പർ ആയി പോകാൻ സാധ്യതയുണ്ട്. അതിലൂടെ ഫ്യൂവൽ കൺസംഷൻ വർദ്ധിക്കും. ഇതുകൂടാതെ പ്രോപ്പർ ടൈമിങ്ങിലല്ലാതെ പ്രീ ഇഗ്നൈറ്റ് ആയിട്ട് കുറെ ഫ്യൂവൽ നഷ്ടപ്പെടും.
അങ്ങനെ നമ്മുടെ മോർ ഫ്യൂവൽ കൺസംപ്ഷൻ കൂടാനും കാരണമാകുന്നു. Following are the effect of overcooling of the engine components. Suppose എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. 80 മുതൽ 100 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത്, 80-ൽ താഴെയാണ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതെന്ന് ഇരിക്കട്ടെ, അപ്പോഴും പ്രശ്നമാണ്. തണുത്തിരുന്നാലും പ്രശ്നമാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പവർ ലോസ്, അതായത് എഞ്ചിൻ കോമ്പണൻസ് തണുത്ത് ഷ്രിങ്ക് ആയിരിക്കുന്ന സമയത്ത് പവർ ലോസ്, കൂടുതൽ പവർ ഉൽപ്പാദിപ്പിച്ചാലും അതിലൂടെ പവർ ലോസ് ഉണ്ടാകുന്നു. മോർ ഫ്യൂവൽ കൺസംപ്ഷൻ, കാരണം നമ്മൾ കോൾഡ് സ്റ്റാർട്ടിങ്ങിന് നമുക്ക് തണുത്തിരിക്കുന്ന എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ഫ്യൂവൽ വേണം. ചോക്ക് ഉപയോഗിക്കുന്ന കാര്യമൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂവൽ കൺസംപ്ഷൻ കൂടും. റെഡ്യൂസ്ഡ് തെർമൽ എഫിഷ്യൻസി, എഞ്ചിൻ കൂളിംഗ് ഓവർ കൂളിംഗ് ആയിരിക്കുക, തണുത്തിരിക്കുന്നതുകൊണ്ട് ബിലോ 80 ഡിഗ്രി ആയതുകൊണ്ട് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലും താഴെ ആയതുകൊണ്ട് തെർമൽ എഫിഷ്യൻസി കുറയും. ഇൻക്രീസ് ഇൻ വിസ്കോസിറ്റി ഓഫ് ദ എഞ്ചിൻ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, നമ്മൾ പറഞ്ഞു ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ വിസ്കോസിറ്റി ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറയും, ഇല്ലാതെയാവും. ഇനി തണുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസ്കോസിറ്റി കൂടുകയും ചെയ്യും. ഇൻക്രീസ് ഇൻ വിസ്കോസിറ്റി ഓയിലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ വിസ്കോസിറ്റി വർദ്ധിക്കുകയും ചെയ്യും. റെഡ്യൂസ്ഡ് മെക്കാനിക്കൽ എഫിഷ്യൻസി, എഞ്ചിന്റെ മെക്കാനിക്കൽ എഫിഷ്യൻസി റെഡ്യൂസ് ചെയ്യാനും എഞ്ചിനെ ഓവർ കൂൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണമാകുന്നു. അപ്പൊ ഇതൊക്കെയാണ് എഞ്ചിൻ ഓവർ കൂൾ ആയി കഴിഞ്ഞാൽ 80 ഡിഗ്രിക്ക് താഴെ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഓവർ കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ഡിഗ്രിക്ക് താഴെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിന് താഴെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു. ഇതുകൂടാതെ നമ്മൾ പറഞ്ഞത് ഓവർ ഹീറ്റിംഗ്, 110 ഡിഗ്രി 100 ഡിഗ്രിക്ക് മേളിൽ 110 ഡിഗ്രി ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഓവർ ഹീറ്റിംഗ് എന്ന് പറയുന്നു. അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ എഫിഷ്യന്റ് കൂളിംഗ് സിസ്റ്റം, എഫിഷ്യന്റ് ആയ ഒരു കൂളിംഗ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. From the overall heat produced, the cooling system must reject sufficient amount of heat, about 28 to 30% from the overall heat produced from the combustion of fuel. ഒരു എഞ്ചിനകത്ത് ബേൺ ആവുന്ന ഫ്യൂവലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹീറ്റിൽ 28 മുതൽ 30% വരെ റിജക്ട് ചെയ്യാൻ അല്ലെങ്കിൽ തണുപ്പിച്ചെടുക്കാൻ ശേഷിയുള്ളതായിരിക്കും കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതല്ല, നമുക്ക് 28 മുതൽ 30% വരെ റെഡ്യൂസ് ചെയ്യാൻ ശേഷി ഇല്ലാത്ത ഒരു കൂളിംഗ് സിസ്റ്റമാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എഞ്ചിനെ ഓവർ ഹീറ്റിംഗിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കൂളിംഗ് സിസ്റ്റത്തിന് നിർബന്ധമായും 28 മുതൽ 30% വരെ ഒരു എഞ്ചിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹീറ്റിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. Cooling system should be designed in such a way that the heat to be rejected quickly when the engine is operated at very high temperature. എഞ്ചിൻ വെരി ഹൈ ടെമ്പറേച്ചറിൽ, നല്ല ലോഡിൽ ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എഞ്ചിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹീറ്റിനെ പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ ശേഷിയുള്ളതായിരിക്കണം ഒരു നല്ല കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ എഞ്ചിൻ ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂളിംഗ് സിസ്റ്റം പെട്ടെന്ന് തന്നെ ഈ എഞ്ചിനിൽ ഉൽപ്പാദിപ്പിച്ച ഹീറ്റിനെ റെഡ്യൂസ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിലും എഞ്ചിൻ ഓവർ ഹീറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലൊരു കൂളിംഗ് സിസ്റ്റത്തിന് പെട്ടെന്ന് തന്നെ തണുപ്പിച്ചെടുക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. ഡ്യൂറിംഗ് സ്റ്റാർട്ടിംഗ് ദ കൂളിംഗ് സിസ്റ്റം ഷുഡ് റിജക്ട് ഓൺലി ലെസ് എമൗണ്ട് ഓഫ് ദ ഹീറ്റ്. നമുക്കറിയാം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ കോൾഡ് കണ്ടീഷനായിരിക്കും, തണുത്ത കണ്ടീഷനായിരിക്കും. ആ സമയത്ത് കൂളിംഗ് സിസ്റ്റം കൂടുതലായിട്ട് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി തന്നെ നല്ലൊരു കൂളിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എഞ്ചിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് ലെസ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ലെസ് എമൗണ്ട് ഓഫ് ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇറ്റ് ഷുഡ് ട്രാൻസ്ഫർ ദ മാക്സിമം എമൗണ്ട് ഓഫ് ഹീറ്റ് ഫ്രം ദ എഞ്ചിൻ കമ്പഷൻ ചാമ്പർ. നിർബന്ധമായിട്ടും ഒരു എഞ്ചിൻ കമ്പഷൻ ചാമ്പറിൽ നിന്ന് മാക്സിമം എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ശേഷിയുള്ളതായിരിക്കണം കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ടൈപ്സ് ഓഫ് കൂളിംഗ് സിസ്റ്റം. ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിനിൽ ഏതൊക്കെ ടൈപ്പ് കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും രണ്ട് രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
ഒന്ന് ഡയറക്റ്റ് കൂളിംഗ് അഥവാ എയർ കൂളിംഗ് സിസ്റ്റം, മറ്റൊന്ന് ഇൻഡയറക്റ്റ് കൂളിംഗ് അഥവാ വാട്ടർ കൂളിംഗ് സിസ്റ്റം. ഈ രണ്ട് മെത്തേഡുകളാണ് നമ്മൾ ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിനിൽ കൂളിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റംസ് എന്ന് പറയുന്നത്. എയർ കൂൾഡ് എഞ്ചിൻസ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എയർ കൂൾഡ് എഞ്ചിനെ കുറിച്ചാണ്. എയർ ഈസ് യൂസ്ഡ് ആസ് ദ കൂളിംഗ് മീഡിയം. എയർ കൂൾഡ് എഞ്ചിനുകളിൽ നമ്മൾ എയർ ആണ് കൂളിംഗ് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്. Cooling fins are provided on the outer wall of the cylinder so that the contact surface area for heat transfer to be more. എയർ കൂൾഡ് എഞ്ചിനുകളുടെ സിലിണ്ടറിന് പുറത്തായി നമുക്ക് കൂളിംഗ് ഫിൻസുകളെ കാണാൻ സാധിക്കും. ചെറിയ സ്ലോട്ടുകൾ കട്ട് ചെയ്തിരിക്കുന്ന കൂളിംഗ് ഫിൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് സിലിണ്ടറിന്റെ അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ടുള്ള കോണ്ടാക്ട് സർഫസ് ഏരിയ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിലിണ്ടറിൽ ഇങ്ങനെ സ്ലോട്ടുകൾ പോലെ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ കൂളിംഗ് ഫിൻസ് എന്നാണ് പറയുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് കൂളിംഗ് സിസ്റ്റം ദ എൻജിൻ സിലിണ്ടർ ഷുഡ് ബി കെപ്റ്റ് ഇൻ such a way that more air should be in contact with the outer region of the cylinder. എയർ കൂൾഡ് എഞ്ചിനുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിലിണ്ടർ ബ്ലോക്ക് അല്ലെങ്കിൽ സിലിണ്ടർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് ഡയറക്ട്ലി കോണ്ടാക്ട് മാക്സിമം വരുന്ന രീതിയിൽ വേണം ഫിറ്റ് ചെയ്യാൻ. അതല്ലാന്നുണ്ടെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് നമുക്ക് സാധ്യമാകത്തില്ല. അപ്പോൾ വാഹനത്തിന്റെ പുറത്ത് അറ്റ്മോസ്ഫിയറിക് എയറുമായി ഡയറക്ട്ലി കോണ്ടാക്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ എയർ കൂൾഡ് എഞ്ചിനുകളെ പ്ലേസ് ചെയ്യാൻ വേണ്ടി. ഒരിക്കലും ബോണറ്റിന്റെ അകത്ത് ഫിറ്റ് ചെയ്ത് വെക്കാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഫിഷ്യന്റ് ആയ കൂളിംഗ് ലഭ്യമാവില്ല. ഇൻ സം എഞ്ചിൻ വി യൂസ് അഡീഷണൽ ഫാൻ ടു ഫോഴ്സ് ദ എയർ ഇൻ ടു ദ ഫിൻ. ചില എഞ്ചിനുകളിൽ നമ്മൾ ക്ലോസ്ഡ് ഏരിയയിലൊക്കെ വെച്ചിരിക്കുന്ന ചില എഞ്ചിനുകളിൽ നമ്മൾ അഡീഷണൽ ഒരു ഫാൻ കൂടി പ്രൊവൈഡ് ചെയ്യും എഞ്ചിന്റെ കൂളിംഗ് എഫിഷ്യൻസി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ ഫാൻ നേരെ കൂളിംഗ് ഫിൻസിലേക്ക് കൂടുതൽ ആ പരിസരത്തുള്ള എയറിനൊക്കെ ഫോഴ്സ് ചെയ്ത് ഈ ഫിൻസിലേക്ക് പ്രൊജക്ട് ചെയ്യിപ്പിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷണൽ ആയിട്ടൊരു ഫാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദീസ് അറേഞ്ച്മെന്റ്സ് ആർ മോസ്റ്റ്ലി സീൻ ഇൻ ഓൾ മോട്ടോർ സൈക്കിൾസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ഇൻ സ്മോൾ എഞ്ചിൻസ്. ചെറിയ എഞ്ചിനുകളിലും മോട്ടോർ സൈക്കിളിന്റെ അല്ലെങ്കിൽ സ്കൂട്ടറിന്റെ ഒക്കെ എഞ്ചിനുകളിലൊക്കെയാണ് നമ്മൾ സാധാരണ എയർ കൂൾഡ് എഞ്ചിനുകളെ കാണാറുള്ളത്. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് ഒരു എയർ കൂൾഡ് എഞ്ചിൻ. ഇതിൽ നമ്മൾ പറഞ്ഞു സിലിണ്ടറിന് പുറത്തായി കൂളിംഗ് ഫിൻസുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ സ്ലോട്ട് പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കൂളിംഗ് ഫിൻസുകൾ കാണാൻ സാധിക്കും. ഈ കാണുന്നതിനാണ് നമ്മൾ കൂളിംഗ് ഫിൻസ് എന്ന് പറയുന്നത്. ഇത് കോണ്ടാക്ട് സർഫസ് ഏരിയ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ലോട്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സർഫസ് ഏരിയ കുറവായിരിക്കും, കോണ്ടാക്ട് സർഫസ് ഏരിയ കുറവായിരിക്കും. ഇങ്ങനെ സ്ലോട്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ എയർ വന്ന് ഇവിടെ തട്ടി ഇതിനെ തണുപ്പിച്ച് പുറത്തേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. സപ്പോസ് ഇത് ഫ്ലാറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൂടെ കവർ ചെയ്ത എയർ കടന്നങ്ങ് പോകത്തുള്ളൂ. ഇതിങ്ങനെ സ്ലോട്ട് പോലെ ഫിൻസ് ആയിട്ട് കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ പോയി കയറി നിന്ന് തണുപ്പിച്ച് അതിനുശേഷം മറ്റേ സൈഡിലൂടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല കൂളിംഗ് ഫിൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ വലിപ്പം കുറഞ്ഞാണ് വരുന്നത്. ഏറ്റവും മുകൾ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വലിപ്പം. അതായത് നമ്മുടെ കമ്പഷൻ ചേംബറിന്റെ അടുത്ത് വരുന്ന ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ വലിപ്പം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എയർ ഫ്യൂൽ മിക്സർ ബേൺ ആവുന്നത് കമ്പഷൻ ചേംബറിലാണ്. ഇത് ഈ ഒരു ഭാഗത്താണ്, മുകൾ ഭാഗത്താണ്. ഈ ഭാഗത്ത് കൂടുതൽ ഹീറ്റ് ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കൂടുതൽ കൂളിംഗ് ആവശ്യമുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാർജർ ഫിൻസ്, ഇവിടെ ലോങ്ങർ ഫിൻസ്, നീളം കൂടിയ ഫിൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കൂടുതൽ കൂളിംഗ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഫ്യൂവൽ അകത്ത് ബേൺ ആവുന്നതുകൊണ്ട് അവിടെ കൂടുതൽ ഹീറ്റ് ഉത്പാദിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ കോണ്ടാക്ട് സർഫസ് ഏരിയ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോങ്ങർ ആയിട്ടുള്ള നീളം കൂടിയ ഫിൻസുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ എഞ്ചിനിൽ നോക്കിയത് നമുക്ക് മനസ്സിലാവും. ഇതിലും അങ്ങനെ കമ്പഷൻ ചേംബറിന്റെ നേരെ വരുന്ന ഭാഗത്ത് കൂളിംഗ് ഫിൻസിന്റെ ലെങ്ത് കൂടുതലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിന്റെ ചെറിയൊരു വർക്കിംഗ് നോക്കാം. When the vehicle moves forward, the air passes over the fins and removes the heat on the engine components and hence the engine gets cooled. ഒരു വാഹനം മുന്നോട്ട് പോയിക്കുന്ന സമയത്ത് അതിന്റെ മുന്നിൽ കൂടെ എയർ എൻ്റർ ആവും. ഇതിലൂടെ എയർ എൻ്റർ ആവുന്നു. എഞ്ചിൻ സിലിണ്ടറിനെ തണുപ്പിച്ച് അത് നേരെ മറ്റേ സൈഡിലൂടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ചുറ്റും നമ്മൾ കൂളിംഗ് ഫിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും.
ഇതിലൂടെ എയർ എൻ്റർ ആയി ഇത് നേരെ എൻജിൻ സിലിണ്ടറിനെ തണുപ്പിക്കുന്നു, ഇപ്പുറത്തൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു കൂളിംഗ് ഫിൻസ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റൊരു ടൈപ്പിനെ കുറിച്ച് നോക്കാം. ഇൻ സം ലാർജ് എൻജിൻസ് ബ്ലോവർ അറേഞ്ച്മെന്റ് ഈസ് മെയ്ഡ് സോ ദാറ്റ് ദ ബ്ലോവർ സക്സ് ദ എയർ ഫ്രം ദ സറൗണ്ടിങ് എയർ ആൻഡ് ബ്ലോസ് ഓൺ ദ സർഫസ് ഓഫ് ദ കൂളിംഗ് ഫിൻസ് ഓഫ് ദ എൻജിൻ. നമ്മൾ പറഞ്ഞു ചില എഞ്ചിനുകളിൽ നമ്മൾ ബ്ലോവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെ ബ്ലോവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബ്ലോവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിസരത്തുള്ള എയറിനെ ഒക്കെ സക്ക് ചെയ്തെടുക്കും, എന്നിട്ട് അതിനെ നേരെ നമ്മുടെ കൂളിംഗ് ഫിൻസിലേക്ക് പ്രൊജക്ട് ചെയ്യും. പക്ഷെ ഇത് നമ്മൾ സ്റ്റേഷനറി ആയിട്ടുള്ള ഹെവി എഞ്ചിനിലൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. വാഹനങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ കൂളിംഗ് ഫിൻസ് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഹെവി എഞ്ചിനുകളിലൊക്കെയാണ് നമ്മൾ സാധാരണയായി ഇങ്ങനെ ബ്ലോവർ ഉപയോഗിച്ച് കൂടുതൽ എയറിനെ കൂളിംഗ് ഫിൻസിലേക്ക് സപ്ലൈ ചെയ്യാറുള്ളൂ. ഒരു എയർ കൂൾഡ് എഞ്ചിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇനി പറയുന്ന കാര്യങ്ങളെ അനുസരിച്ചാണ്. സ്പീഡ് ഓഫ് ദ എയർ വിച്ച് ഫ്ലോസ് ഓൺ ദ ഫിൻസ്, ഫിൻസിൽ ഫ്ലോ ചെയ്യുന്ന എയറിന്റെ സ്പീഡ്, ഏരിയ ഓഫ് ദ ഫിൻസ് ദാറ്റ് ഇൻ കോണ്ടാക്ട് വിത്ത് എയർ, എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഫിൻസിന്റെ ഏരിയ, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ സിലിണ്ടർ വാൾ, സിലിണ്ടർ വാളിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി, the temperature of the engine fins and the temperature of the cooling air, എൻജിൻ ഫിൻസിന്റെ ടെമ്പറേച്ചറും അതുപോലെ കൂളിംഗ് എയറിന്റെ ടെമ്പറേച്ചറും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു എയർ കൂളിംഗ് സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിയെ തീരുമാനിക്കുന്ന മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് എയർ കൂളിംഗ് സിസ്റ്റം നോക്കാം. In this type, due to the absence of radiator fan and pumping unit, engine weight is considerably reduced. അതായത് നമുക്കറിയാം എയർ കൂളിംഗ് സിസ്റ്റത്തിൽ റേഡിയേറ്ററോ പമ്പിംഗ് യൂണിറ്റോ ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എൻജിൻ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് റേഡിയേറ്റർ അറേഞ്ച്മെന്റ്, റസ്റ്റ് ആൻഡ് ഡെപ്പോസിറ്റ് ഫോർമേഷൻ ആർ അവോയ്ഡഡ്. റേഡിയേറ്റർ അറേഞ്ച്മെന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ തുരുമ്പ് പിടിക്കാൻ സാധ്യതയില്ല, കാരണം വാട്ടറോ അങ്ങനെയൊന്നും സപ്ലൈ ചെയ്യാത്തതുകൊണ്ട് തുരുമ്പ് പിടിക്കാൻ സാധ്യത വളരെ കുറയുന്നു. എൻജിൻ ഓക്യുപ്പൈസ് ഓൺലി ലെസ് സ്പേസ്, കുറച്ച് കോമ്പണൻസേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് സ്പേസ് മതി എൻജിനെ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. As the engine needs no water jacket, design of the engine is simple. വാട്ടർ ജാക്കറ്റുകൾ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ എഞ്ചിന്റെ ഡിസൈൻ വളരെ സിമ്പിൾ ആണ്. ദ സിസ്റ്റം നീഡ് നോ വാട്ടർ ഫില്ലിംഗ് ഇൻ ദ റേഡിയേറ്റർ. നമുക്കറിയാം വാട്ടർ കൂളിംഗ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വാട്ടർ ടോപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ സിസ്റ്റത്തിൽ എയർ കൂളിംഗ് സിസ്റ്റത്തിൽ നമുക്ക് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ട കാര്യമില്ല. The engine can be operated at all operating conditions, cold and hot region. അതായത് കോൾഡ് കണ്ടീഷനിലും ഹോട്ട് കണ്ടീഷനിലും എഞ്ചിൻ ഒരേപോലെ തന്നെ ആയിരിക്കും പെർഫോം ചെയ്യുക. ഫ്രീസിംഗ് ആൻഡ് ഇവാപറേഷൻ ഓഫ് വാട്ടർ ഡു നോട്ട് ഒക്കർ ആസ് ഇൻ കേസ് ഓഫ് വാട്ടർ കൂളിംഗ് സിസ്റ്റം. അതായത് വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിലെ വാട്ടർ ഫ്രീസ് ആവാനൊക്കെ സാധ്യതയുണ്ട്, അതുപോലെ എയർ കൂളിംഗ് സിസ്റ്റത്തിൽ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉദിക്കുന്നില്ല. ഇതൊക്കെയാണ് ഒരു എയർ കൂളിംഗ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് എയർ കൂളിംഗ് സിസ്റ്റം ആണ്. എയർ കൂളിംഗ് സിസ്റ്റത്തിന്റെ ഡ്രോബാക്സ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് നോക്കാൻ പോകുന്നത്. As this type of engine is cooled by air, the efficiency of engine decreases. അതായത് എയർ ഉപയോഗിച്ചാണ് കൂൾ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരുപാട് എമൗണ്ട് ഓഫ് കൂളിംഗ് നമുക്ക് സാധ്യമാവില്ല, അതുകൊണ്ട് എൻജിൻ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. മോർ നോയ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ്, എൻജിൻ നോയ്സ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. Heat transfer rate is lower with air cooling as compared to water cooling. വാട്ടർ കൂളിങ്ങിനെ അപേക്ഷിച്ച് എയർ കൂളിംഗ് സിസ്റ്റത്തിലെ ഹീറ്റ് ട്രാൻസ്ഫർ കുറവായിരിക്കും. ബ്ലോവർ അറേഞ്ച്മെന്റ് ഈസ് നീഡഡ് ഫോർ ബിഗ്ഗർ സൈസ് എഞ്ചിൻ. ബിഗ്ഗർ സൈസ് എഞ്ചിനുകളിൽ നമുക്ക് ബ്ലോവർ അറേഞ്ച്മെന്റ് നിർബന്ധമാണ്, അതല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിനെ പ്രോപ്പറായി നമുക്ക് കൂൾ ചെയ്യാൻ സാധിക്കില്ല. ഇതൊക്കെയാണ് ഇതിന്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത് എയർ കൂളിംഗ് സിസ്റ്റത്തിന്റെ. അടുത്തതാണ് വാട്ടർ കൂളിംഗ് സിസ്റ്റം. In this method, the water is circulated inside the water jackets of the engine cylinder block and cylinder head and rejects the heat in the cylinder block and head. വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൽ നമ്മൾ വാട്ടർ ആണ് കൂളിംഗ് മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നത്. എൻജിൻ സിലിണ്ടർ ഹെഡിലും സിലിണ്ടർ ബ്ലോക്കിലും ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വാട്ടർ ജാക്കറ്റുകളിലൂടെ കൂളന്റ് വാട്ടർ കടത്തിവിട്ട് ആണ് എൻജിന്റെ ഹീറ്റിനെ നമ്മൾ റിജക്ട് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുന്നത്. As the water absorbs the heat from the cylinder, it gets vaporized. It may cause insufficient water to be present in the cooling line.
അപ്പോ എഞ്ചിനിൽ നമുക്കറിയാം ഒരുപാട് ടെമ്പറേച്ചർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെ ഈ വാട്ടറും വേപ്പറൈസ് ആയി പോകാൻ സാധ്യതയുണ്ട്, ബാഷ്പീകരിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. 100 ഡിഗ്രിക്ക് മേളിൽ തിളച്ച് കഴിയുമ്പോൾ വാട്ടർ വേപ്പറായി പോകും. ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വാട്ടറിനെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുകയും ഒരു സെർട്ടൺ ടെമ്പറേച്ചർ ആകുമ്പോൾ ഇതിനെ തിരിച്ച് തണുപ്പിച്ചിട്ടാണ് നമ്മൾ വീണ്ടും എഞ്ചിനിലേക്ക് കടത്തി വിടുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കൂളന്റ് വാട്ടർ ബാഷ്പമായിട്ട് പോകും, നീരാവിയായിട്ട് പോകും, ബാഷ്പീകരിക്കപ്പെട്ട് പോകാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ ഹോട്ട് വാട്ടറിനെ തണുപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് റേഡിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് റേഡിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയേറ്റർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ടെമ്പറേച്ചർ ഏകദേശം ഒരു ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ 80, 90, 95 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിക്കഴിഞ്ഞു ഈ വാട്ടറിനെ നേരെ തിരിച്ച് റേഡിയേറ്ററിലേക്ക് എത്തുന്നു. അങ്ങനെ റേഡിയേറ്ററിൽ എത്തിക്കഴിയുമ്പോൾ റേഡിയേറ്ററിൽ ചെറിയ അലുമിനിയം കോറുകളുണ്ട്. ഈ കോറുകളിലൂടെ വാട്ടർ താഴത്തേക്ക് വരികയും ലോവർ ടാങ്കിൽ കണക്ട് ചെയ്ത് അത് വീണ്ടും പമ്പ് ചെയ്ത് തിരിച്ച് എഞ്ചിന്റെ വാട്ടർ ജാക്കറ്റിൽ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു റേഡിയേറ്ററിന്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടറിനെ തണുപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് റേഡിയേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ചിത്രത്തിൽ എനിക്ക് കാണാൻ സാധിക്കും, ഇതൊരു സിലിണ്ടർ ബ്ലോക്ക് ആണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് വാട്ടർ ജാക്കറ്റുകൾ കാണാൻ സാധിക്കും. ഇവിടെ ചുറ്റോട് ചുറ്റുമുണ്ട്. കൂടാതെ സിലിണ്ടർ ഹെഡിലും വാട്ടർ ജാക്കറ്റുകൾ ഉണ്ടാവും. അപ്പോൾ റേഡിയേറ്ററിൽ നിന്ന് വാട്ടർ നേരെ ലോവർ ടാങ്ക് വഴി പമ്പ് ഉപയോഗിച്ച് നമ്മൾ പമ്പ് ചെയ്ത് വാട്ടർ ജാക്കറ്റിൽ എത്തിക്കുന്നു. വാട്ടർ ജാക്കറ്റിലൂടെ ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ പോയി അത് നേരെ തിരിച്ച് ഇവിടെ വന്ന് ഇവിടെ തെർമോസ്റ്റാറ്റ് വാൾവ് ഉണ്ട്. ഈ തെർമോസ്റ്റാറ്റ് വാൾവ് ഏകദേശം 80 മുതൽ 85 ഡിഗ്രി വരെ ആകുമ്പോൾ ഓപ്പൺ ആവുകയും അങ്ങനെ ഈ വാട്ടറിനെ തിരിച്ച് റേഡിയേറ്ററിൽ എത്തിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു കൂളിംഗ് സിസ്റ്റം, വാട്ടർ കൂളിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൽ വാട്ടറാണ് കൂളിംഗ് മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് റേഡിയേറ്റർ. റേഡിയേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് കൂളന്റ് വാട്ടറിനെ ഒരു മിനിമം ടെമ്പറേച്ചറിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. 100 ഡിഗ്രിക്ക് മേളിൽ പോയിട്ട് കഴിഞ്ഞാൽ വാട്ടർ വേപ്പറായി പോകാൻ സാധ്യതയുണ്ട്, ബാഷ്പീകരിക്കപ്പെട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റേഡിയേറ്റർ ഉപയോഗിച്ച് കൂൾ ചെയ്തിട്ടാണ് നമ്മൾ കൂളന്റ് വാട്ടറിനെ കണ്ടിന്യൂസ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങനെ എഞ്ചിന്റെ ക്രാങ്ക് കേസിനകത്ത് അല്ലെങ്കിൽ സിലിണ്ടർ ബ്ലോക്കിനകത്തൊക്കെ നമ്മൾ ഇവിടെ കൂളന്റ് ജാക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും, വാട്ടർ ജാക്കറ്റുകൾ. ഈ ജാക്കറ്റിലൂടെയാണ് കൂളന്റ് വാട്ടർ പാസ് ചെയ്ത് തിരിച്ച് റേഡിയേറ്ററിന്റെ അപ്പർ ടാങ്കിലേക്ക് എത്തുന്നത്. ഇതാണൊരു വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിനെ കുറിച്ച്, അതിന്റെ ടൈപ്പിനെ കുറിച്ചും. There are 3 types of water cooling system followed in engines, which are direct or non-return cooling system. ഡയറക്റ്റ് അല്ലെങ്കിൽ നോൺ റിട്ടേൺ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് വാട്ടറിന്റെ അവൈലബിലിറ്റി കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ ഡയറക്റ്റ് അല്ലെങ്കിൽ നോൺ റിട്ടേൺ കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. സ്റ്റേഷനറി ആയിട്ട് ഉള്ള എഞ്ചിനുകളിലും അതുപോലെ തന്നെ മറൈൻ എഞ്ചിൻ, ഷിപ്പിന്റെ എഞ്ചിനിലൊക്കെയാണ് നമ്മൾ ഡയറക്റ്റ് അല്ലെങ്കിൽ നോൺ റിട്ടേൺ കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. കാരണം ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളന്റ് വാട്ടർ നമ്മൾ ടാങ്കിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, എഞ്ചിനെ തണുപ്പിക്കുന്നു, തണുപ്പിച്ചതിന് ശേഷം ഇത് വീണ്ടും പുറത്തേക്ക് പോകുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല, റീസർക്കുലേറ്റ് ചെയ്യുന്നില്ല, ഇത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഫ്രഷ് വാട്ടർ വരുന്നു, എഞ്ചിനെ തണുപ്പിക്കുന്നു, പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഇത് നമുക്ക് സാധ്യമാകുന്നത് കൂടുതൽ വാട്ടർ അവൈലബിലിറ്റി ഉള്ള കേസുകളിലാണ്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് മറൈൻ എഞ്ചിനിലാണ്, ഷിപ്പിന്റെ എഞ്ചിനുകളിലാണ്. ഇത് കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിട്ടുള്ള ഹെവി എഞ്ചിനുകളിലും നമുക്ക് ഇത്തരത്തിലുള്ള കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തതാണ് തെർമോസൈഫൺ അല്ലെങ്കിൽ നാച്ചുറൽ കൂളിംഗ് സിസ്റ്റം. തെർമോസൈഫൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പമ്പ് ഉപയോഗിക്കാതെ നാച്ചുറൽ ആയിട്ട് വാട്ടറിനെ റീസർക്കുലേറ്റ് ചെയ്യിക്കുന്ന ടൈപ്പാണ് തെർമോസൈഫൺ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്താണ് പ്രഷറൈസ്ഡ് ഓർ പമ്പ് സർക്കുലേഷൻ സിസ്റ്റം. പമ്പ് സർക്കുലേഷൻ സിസ്റ്റത്തിൽ നമുക്ക് വാട്ടറിനെ പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഇതിനെയാണ് നമ്മൾ പമ്പ് സർക്കുലേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് നോക്കുന്നത്. ഇമ്പോർട്ടന്റ് കോമ്പണൻസ് ഓഫ് വാട്ടർ കൂളിംഗ് സിസ്റ്റം. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വാട്ടർ ജാക്കറ്റ്, വാട്ടർ പമ്പ്, റേഡിയേറ്റർ, തെർമോസ്റ്റാറ്റ് വാൾവ്, ഫാൻ ആൻഡ് ഫാൻ ബെൽറ്റ്, റേഡിയേറ്റർ ഹോസ്. ഇതൊക്കെയാണ് ഒരു വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. Advantage of the water cooling system. The engine noise is reduced and runs smoothly. Engine noise reduce ചെയ്യുന്നു. എയർ കൂൾഡ് എഞ്ചിനേക്കാൾ
എഞ്ചിൻ നോയ്സ് കുറവായിരിക്കും, സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനും സഹായിക്കുന്നു. കൂളിംഗ് റേറ്റ് ഈസ് ഹൈ, എഞ്ചിന്റെ കൂളിംഗ് റേറ്റ് ഹൈ ആയിരിക്കും. The engine can be operated for more time than the other type of cooling system engines. അതായത് എഞ്ചിനെ നമുക്ക് കൂടുതൽ സമയം വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. മറ്റ് ടൈപ്പ് എഞ്ചിനുകളെ അപേക്ഷിച്ച് നമുക്ക് കൂടുതൽ സമയം വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും വാട്ടർ കൂളിംഗ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ. ദിസ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ. അതാണ് നമ്മൾ മൾട്ടി സിലിണ്ടർ എഞ്ചിനുകളിലാണ് കൂടുതലായും വാട്ടർ കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ കൂൾഡ് എഞ്ചിനുകൾ നമുക്ക് മൾട്ടി സിലിണ്ടർ എഞ്ചിനിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഓരോ സിലിണ്ടറിനും നമുക്ക് സെപ്പറേറ്റ് പിൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, മൊത്തത്തിൽ ഒറ്റ പിൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ സിലിണ്ടറിന്റെ എല്ലാ സൈഡിലും നമുക്ക് പ്രോപ്പർ ആയിട്ട് കൂളിംഗ് എഫിഷ്യൻസി കിട്ടില്ല. ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടി സിലിണ്ടർ എഞ്ചിനുകളിൽ വാട്ടർ കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ടെമ്പറേച്ചർ ഈസ് കൺട്രോൾഡ് ആസ് പെർ ദ റിക്വയർമെന്റ് ഓഫ് എഞ്ചിൻ. എഞ്ചിന്റെ ആവശ്യകത അനുസരിച്ച് നമുക്ക് ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ഇതാണ് ഒരു വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രോബാക്സ് ആണ്. മെയിൻ്റനൻസ് ഈസ് ഡിഫിക്കൽട്ട്. കോമ്പണൻസിന്റെ എണ്ണം കൂടുതലായതുകൊണ്ട് വാട്ടർ കൂൾഡ് എഞ്ചിനുകളിൽ മെയിൻ്റനൻസ് ഡിഫിക്കൽട്ട് ആയിരിക്കും. മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് ഹയർ ദാൻ എയർ കൂൾഡ് എഞ്ചിൻ. മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എഞ്ചിന്റെ കോംപ്ലക്സിന് കൊറോഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് നമുക്ക് ഇടയ്ക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും. വാട്ടർ പമ്പ്, വാട്ടർ ജാക്കറ്റ്, റേഡിയേറ്റർ ആൻഡ് റേഡിയേറ്റർ ഫാൻ ആർ കോമ്പണൻസ് നീഡഡ്. ഈ പറഞ്ഞ കോമ്പണൻസ് ഒക്കെ അധികമായിട്ട് നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് എഞ്ചിന് സ്പേസ് കൂടുതൽ വേണം. പ്യൂരിഫൈഡ് വാട്ടർ ഹാസ് ടു ബി യൂസ്ഡ്. പ്യൂരിഫൈഡ് വാട്ടർ വേണം നമ്മൾ ഉപയോഗിക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എഞ്ചിനിൽ അത് അടിഞ്ഞുകൂടാനും വാട്ടർ ജാക്കറ്റുകൾ ബ്ലോക്ക് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്യൂരിഫൈഡ് വാട്ടർ, കരടൊന്നുമില്ലാത്ത വാട്ടർ വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. Deposits and corrosion of the engine water jackets are possible when using impure water engine system. അതായത് ഇംപ്യൂർ വാട്ടർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഡെപ്പോസിറ്റ്സ് അടിഞ്ഞുകൂടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ ജാക്കറ്റ് ബ്ലോക്ക് ആവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്യൂർ ആയിട്ടുള്ള വാട്ടർ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഒരു വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് ഡ്രോബാക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കൂളിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ്. കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു എഞ്ചിനിൽ ഒരുപാട് ടെമ്പറേച്ചർ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഫ്യൂവൽ ബേൺ ആവുന്ന സമയത്ത് എഞ്ചിൻ സിലിണ്ടറിനകത്ത് ഒരുപാട് ടെമ്പറേച്ചർ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ടെമ്പറേച്ചർ ഒരുപാട് അധികമാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ചിലപ്പോൾ സീസ് ആവാനും എക്സ്പാൻഡ് ആവാനൊക്കെ സാധ്യതയുണ്ട്. ഇത് എഞ്ചിന്റെ പ്രോപ്പർ ഫങ്ഷനിങ് നടക്കത്തില്ല. ഇത് പ്രീ ഇഗ്നിഷൻ പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എഞ്ചിന് ഒരു ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ആയ 80 മുതൽ 100 ഡിഗ്രി നിലനിർത്തേണ്ടതായിട്ട് ആവശ്യമാണ്. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് കൂളിംഗ് സിസ്റ്റം. കൂളിംഗ് സിസ്റ്റം പ്രധാനമായും 2 ടൈപ്പ് ഉണ്ട്. എയർ കൂളിംഗ് സിസ്റ്റം അഥവാ ഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം, അടുത്തത് വാട്ടർ കൂളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം. ഈ 2 കൂളിംഗ് സിസ്റ്റമാണ് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്നത്. എയർ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ കൂളിംഗ് സിസ്റ്റത്തിൽ സിലിണ്ടറിനും ചുറ്റും നമ്മൾ കൂളിംഗ് ഫിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ കൂളിംഗ് ഫിൻസ് നമ്മുടെ ഏരിയ ഓഫ് കോണ്ടാക്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂളിംഗ് ഫിൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് നമ്മൾ നോക്കിയത് വാട്ടർ കൂളിംഗ് സിസ്റ്റം. വാട്ടർ കൂൾഡ് എഞ്ചിനുകളുടെ സിലിണ്ടറിന് ചുറ്റും വാട്ടർ ജാക്കറ്റ് ഉണ്ടായിരിക്കും. ഈ ജാക്കറ്റിലൂടെ ഒഴുകുന്ന വെള്ളം സിലിണ്ടർ ഭിത്തിയിൽ നിന്നും മറ്റും ചൂടായ എഞ്ചിൻ ഭാഗങ്ങളിൽ നിന്നും താപം ആഗിരണം ചെയ്ത് തിരിച്ച് റേഡിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളതാണ് വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. എയർ കൂൾഡ് എഞ്ചിൻ സാധാരണ നമ്മൾ ലൈറ്റർ എഞ്ചിനുകളിലാണ് ഉപയോഗിക്കുന്നത്. വാട്ടർ കൂൾഡ് എഞ്ചിൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹെവി ആയിട്ടുള്ള മൾട്ടി സിലിണ്ടർ എഞ്ചിനുകളിലൊക്കെ നമ്മൾ വാട്ടർ കൂൾഡാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ കൂൾഡ് ആണ് നമുക്ക് ഒരു സിലിണ്ടറിന് ചുറ്റും പിൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സിംഗിൾ സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ. മൾട്ടി സിലിണ്ടർ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ഓരോ സിലിണ്ടർ ഇൻഡിവിജ്വലായിട്ട് പിൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എയർ കൂൾഡ് എഞ്ചിൻ നമുക്ക് മൾട്ടി സിലിണ്ടർ എഞ്ചിനിൽ പോസിബിൾ അല്ല. ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും നമുക്ക് ഹെവി ആയിട്ടുള്ള ഓപ്പറേഷൻ നടത്താൻ സാധിക്കില്ല. കൂളിംഗ് എഫിഷ്യൻസി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വാട്ടർ കൂൾഡ് എഞ്ചിനാണ് നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. വാട്ടർ കൂളിംഗ് സിസ്റ്റം പ്രധാനമായും 2 ടൈപ്പാണുള്ളത്. തെർമോസൈഫൺ സിസ്റ്റം, പമ്പ് സർക്കുലേഷൻ സിസ്റ്റം. തെർമോസൈഫൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ കൂളിംഗ് ആണ്. റേഡിയേറ്ററിൽ നിന്ന് പമ്പ് ഉപയോഗിക്കാതെ വാട്ടർ ജാക്കറ്റിൽ പോയി അത് നേരെ തിരിച്ച് റേഡിയേറ്ററിൽ തിരിച്ച് അപ്പർ ടാങ്കിൽ എത്തുന്നതിനാണ് നമ്മൾ തെർമോസൈഫൺ സിസ്റ്റം എന്ന് പറയുന്നത്. പമ്പ് സർക്കുലേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിനെ പമ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒരു എക്സ്ട്രാ അഡീഷണൽ വാട്ടർ പമ്പ്
സെൻട്രിഫ്യൂഗൽ പമ്പ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് പമ്പ് സർക്കുലേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ട് നോക്കാൻ പോകുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. നിങ്ങൾ ഇതിന്റെ ഉത്തരം എഴുതിയിട്ട് എനിക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടർ കൂളിംഗ് സിസ്റ്റവും അതിന്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൂളിംഗ് സിസ്റ്റത്തെ കുറിച്ച് നോക്കി, എയർ കൂളിംഗ് സിസ്റ്റത്തെ കുറിച്ചും വാട്ടർ കൂളിംഗ് സിസ്റ്റത്തെ കുറിച്ചും നോക്കി. വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണും വരെ താങ്ക് യു.